നമസ്കാരം. 5am ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ വിവശ്. എൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കല, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖലയാണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് സെക്ഷനിൽ നമ്മളാണെന്ന് ഒരുമിച്ച് കാണുന്നത്. എന്തുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് പുതിയ വാർത്തകൾ, വർത്തമാനങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു എന്നറിയുന്നുണ്ട്. അത് തന്നെ വളരെ സന്തോഷമാണ്. എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം കുറച്ച് കല, കായിക, സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആദ്യത്തെ ചോദ്യം, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരള PSCയുടെ സിലബസ് പരിഷ്കരണത്തിന്റെ ഭാഗമായി PSC കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കലാ, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖല. നിലവിൽ PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെയാണ് കലാ, സാഹിത്യ, സാംസ്കാരിക, കായിക മേഖല. മറ്റു മേഖലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയെ, അതായത് കലാസാഹിത്യ മേഖലയെ വേറിട്ട് നിർത്തുന്നത്, വ്യത്യസ്തമാക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ മേഖല എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അറിയുന്നത് പോലെ പണ്ട് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ മലയാള ക്ലാസ്സുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കും ഈ കഥകളും പാട്ടുകളും കലാരൂപങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട്, അല്ലെ? ഏറ്റവും നല്ല ഒരു സെക്ഷൻ ആയിരുന്നു അന്ന് സ്കൂൾ ക്ലാസ്സുകളിൽ. അപ്പോൾ അതേ സെക്ഷനിൽ തന്നെ, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മുടെ പഠനം നമ്മൾ ക്രമീകരിക്കാൻ പോകുന്നത്. സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി പ്രത്യേകിച്ച് PSC ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഞാനതിൽ തുടങ്ങുന്നത് ഒരു പ്രീവിയസ് ചോദ്യത്തിൽ നിന്നാണ്. ചോദ്യം ശ്രദ്ധിക്കാൻ നമുക്ക്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്തോളാം. തെറ്റുന്നത് ഒരു പ്രശ്നമല്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വെട്ടത്ത് സമ്പ്രദായം. മക്കളെ നോക്കിയേ, സമ്പ്രദായം എന്ന പദം കണ്ടോ? സമ്പ്രദായം എന്ന പദം വന്നു കഴിഞ്ഞാൽ തന്നെ ധൈര്യമായിട്ട് നമുക്ക് ആൻസർ കമന്റ് ചെയ്യാം. അത് കഥകളി ആയിരിക്കും. സമ്പ്രദായം എന്ന പദം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പിച്ചു വെക്കാം അത് എന്താണ്? കഥകളിയാണ്. കല്ലടിക്കോടൻ സമ്പ്രദായം എന്നും കപ്ലിങ്ങാടൻ സമ്പ്രദായം എന്നും ഒക്കെ അറിയപ്പെടുന്ന എന്തിനെ തന്നെയാണ്? കഥകളിയെ തന്നെയാണ്. കഥകളി കേരളത്തിന്റെ തനത് കലാരൂപം, അല്ലെ? കേരളത്തിന്റെ തനതു കലയാണ് ഈ പറയുന്ന കഥകളി. കേരളത്തിന്റെ തനതു കല. ഓക്കെ അല്ലെ? നൃത്തനാട്യം എന്നറിയപ്പെടുന്ന കലയും ഏത് തന്നെയാണ്? ഈ പറയുന്ന കഥകളി തന്നെയാണ്. നൃത്തനാട്യം അഥവാ ഡാൻസ് ഡ്രാമ. ഇനി അതേപോലെ തന്നെ എന്ത് പറയാറുണ്ട്? ടോട്ടൽ തിയേറ്റർ എന്ന് പറയാറുണ്ട്. ടോട്ടൽ തിയേറ്റർ, സമഗ്ര നൃത്തം. എങ്ങനെ പറയും? സമഗ്ര നൃത്തം. ഇതും എന്ത് തന്നെയാണ്? കഥകളി തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. ഇതിന് നൃത്തനാട്യം എന്ന് വിളിക്കുന്നു, സമഗ്ര നൃത്തം എന്ന് വിളിക്കുന്നു, സമഗ്ര നൃത്തം എന്ന് വിളിക്കുന്നുണ്ട്. ഇനി കഥകളിയെ പറ്റി പൊതുവെ PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കഥകളിയുടെ സാഹിത്യ രൂപം ഏത് എന്നുള്ളത്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാ? അത് ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. എങ്കിൽ ആട്ടക്കഥാ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ ആട്ടക്കഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ. ഈ കൊട്ടാരക്കര തമ്പുരാൻ തന്നെയാണ് രാമനാട്ടം രൂപീകരിച്ചതും. എങ്ങനെ? രാമനാട്ടം രൂപീകരിച്ചു. എന്ത് രൂപീകരിച്ചു? രാമനാട്ടം. അപ്പൊ കഥകളിയുടെ മുൻഗാമി ആര് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും നിങ്ങൾ? കഥകളിയുടെ മുൻഗാമി ആരാ? രാമനാട്ടം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? കോഴിക്കോട് ആണോ? അല്ല, കൊട്ടാരക്കര തമ്പുരാൻ. അപ്പൊ കോഴിക്കോട് മാനവേദൻ എന്താ ഇവിടെ റോള്? കോഴിക്കോട് മാനവേദൻ കേട്ടിട്ടില്ലേ? കോഴിക്കോട് മാനവേദനെ കുറിച്ച് മക്കളെ ഓർത്തു വയ്ക്കാം. ഈ പറയുന്ന രാമനാട്ടത്തിന്റെ മുൻഗാമിയാണ് കൃഷ്ണനാട്ടം. അതായത് ആദ്യം വരുന്ന ഏതാ? ആദ്യം വരുന്നത് കൃഷ്ണനാട്ടമാണ്. ആദ്യം വരുന്നത് കൃഷ്ണനാട്ടം. ആ കൃഷ്ണനാട്ടത്തെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്ത് വരുന്നു? രാമനാട്ടം വരുന്നു. രാമനാട്ടം. ഓക്കെ. ആ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി വരുന്നത്. കഥകളി. അതായത് കഥകളിയുടെ മുൻഗാമിയാണ് രാമനാട്ടം. രാമനാട്ടത്തിന്റെ മുൻഗാമിയാണ് കൃഷ്ണനാട്ടം. രാമനാട്ടത്തിന്റെ മുൻഗാമി ഏതാ? കൃഷ്ണനാട്ടം. ആ കൃഷ്ണനാട്ടം രൂപീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് മാനവേദനാണ്. അങ്ങനെയാണ് കോഴിക്കോട് മാനവേദൻ ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം എന്ത് സ്ഥാപിച്ചു അല്ലെങ്കിൽ എന്ത് ആരംഭിച്ചു? കൃഷ്ണനാട്ടം രൂപീകരിച്ചു അല്ലെങ്കിൽ കൃഷ്ണനാട്ടം ആരംഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയൊരു കൃതിയുണ്ട്, കൃഷ്ണഗീതി. കൃതിയുടെ പേരെന്താ? കൃഷ്ണഗീതി. ഗീതി എന്ന വാക്കിന് എന്താ അർത്ഥം? പാട്ട് എന്നാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? ആ കൃഷ്ണഗീതിയെ ബേസ് ചെയ്ത് കൃഷ്ണനാട്ടം, ഗീതി പാട്ടാണ്. പാട്ട് പാടിക്കേൾക്കാനുള്ളതാണെങ്കിൽ ആട്ടം ആടിക്കാണാനുള്ളതാ. ആ പാടിക്കേൾക്കാനുള്ള പാട്ടിനെ ആടിക്കാണാനുള്ളതാക്കി ആട്ടമാക്കി മാറ്റി കൃഷ്ണനാട്ടം വന്നു. കൃഷ്ണനാട്ടം വന്നു.
ഓക്കെ അല്ലെ? ആ കൃഷ്ണനാട്ടം ഉപയോഗിച്ച് അല്ലെങ്കിൽ കൃഷ്ണനാട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതമാണ്. മക്കളെ ഓർത്തു വെക്കുക. ഞാനിവിടെ കലാരൂപങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. ആദ്യം കൃഷ്ണനാട്ടം പറയുന്നത്, കൃഷ്ണനാട്ടം രൂപം കൊണ്ടത് 17-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് മാനവേദ രാജാവിന്റെ കയ്യിലാണ്. ഈ കോഴിക്കോട് മാനവേദൻ എന്ത് ചെയ്തു? കൃഷ്ണനാട്ടം രൂപീകരിച്ചു. അതിനു വേണ്ടിയിട്ട് കൃഷ്ണഗീതി എന്നൊരു കൃതി എഴുതി. ആ ഗീതി എന്ന കൃതിയിലെ ഗീതി എന്ന വാക്കിന് പാട്ടെന്നർത്ഥം. ആ പാട്ട് ആടിക്കാണിക്കാനുള്ളതായപ്പോൾ കൃഷ്ണനാട്ടമായി മാറി. ക്ലിയർ അല്ലേ? അങ്ങനെ കൃഷ്ണനാട്ടത്തിന്റെ ചുവട് പിടിച്ച കൊട്ടാരക്കര തമ്പുരാൻ എന്ത് തയ്യാറാക്കുന്നു? രാമനാട്ടം എന്ന കൃതി തയ്യാറാക്കുന്നു. ആ രാമനാട്ട കൃതിക്ക് വേണ്ടി അദ്ദേഹം രാമായണം എന്ന പേരിൽ ഒരു ആട്ടക്കഥാ മാതൃക തയ്യാറാക്കി. ഈ ആട്ടക്കഥാ മാതൃകയാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാണ്? ഈ പറയുന്ന കൊട്ടാരക്കര തമ്പുരാനാണ്. അങ്ങനെ കൊട്ടാരക്കര തമ്പുരാൻ ആട്ടക്കഥാ മാതൃകയായ രാമായണം ആട്ടക്കഥ കൊണ്ടുവരുന്നു. ആ രാമായണത്തെ ആടിക്കാണിക്കാൻ രാമായണമാട്ടം, രാമനാട്ടം വരുന്നു. എന്ത് വന്നു? രാമനാട്ടം. ആ രാമനാട്ടത്തിൽ നിന്നാണ് ഇന്നത്തെ കഥകളി രൂപം കൊള്ളുന്നത്. ക്ലിയർ അല്ലേ? ഇനി കഥകളിയെ കുറിച്ച് പ്രധാനമായി ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഥകളിയിലെ ഹസ്തലക്ഷണങ്ങൾ, അല്ലെ? കഥകളിയിലെ കൈമുദ്രകളെ എന്ത് പറയും? ഹസ്തലക്ഷണങ്ങൾ എന്ന് പറയും. ആ ഹസ്തലക്ഷണങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 24 എണ്ണമുണ്ട്. കഥകളിയിലെ ഹസ്തലക്ഷണങ്ങൾ 24 എണ്ണം. ഈ 24 ഹസ്തലക്ഷണങ്ങളെയും കുറിച്ച് ലക്ഷണം നൽകുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. എന്താ സംഭവം? ഹസ്തലക്ഷണ ദീപിക. മക്കളെ നോക്കിയേ, എത്ര മനോഹരമാണ് കഥകളി, അല്ലെ? കഥകളി നമ്മൾ അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും നയനമനോഹരമായ കലാരൂപങ്ങളൊന്ന കഥകളി. ലോകത്തിലെ ഏറ്റവും നയനമനോഹരമായ കലാരൂപങ്ങളൊന്ന്. അത്ര മനോഹരമായ ഈ പറയുന്ന കഥകളിയുടെ സാഹിത്യ രൂപമായിരുന്നു ആട്ടക്കഥ. ഈ കഥകളിക്കകത്ത് ഈ കഥകളി അവതരിപ്പിക്കുന്ന അഭിനേതാവില്ലേ, അതായത് ആട്ടക്കഥാകാരൻ അല്ലെങ്കിൽ ആട്ടക്കാരൻ, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ ആശയങ്ങൾ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ തന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഹസ്തലക്ഷണങ്ങൾ വെച്ചിട്ട്, അതായത് കൈമുദ്രകൾ വെച്ചിട്ട്. ആ കൈമുദ്രകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. എത്രയെന്ന്? 24 എണ്ണം. ഈ ഹസ്തലക്ഷണ ദീപിക എഴുതിയതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. ആളുടെ പേരൊന്ന് പറഞ്ഞേ. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. ഒന്നുകൂടെ പറഞ്ഞേ. കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. ഓക്കെ അല്ലെ? കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പുസ്തകത്തിന്റെ പേര് ചോദിച്ചോട്ടെ. വ്യവഹാരമാല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പുസ്തകത്തിന്റെ പേര് വ്യവഹാരമാല. ഇതാണ് സാധനം. ഓക്കെ, വ്യവഹാരമാല. ആരാ ഈ വ്യവഹാരമാല എഴുതിയതെന്നും ഏത് കലാരൂപവുമായാണ് വ്യവഹാരമാല ബന്ധപ്പെടുന്നത് എന്നും ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ? വ്യവഹാരമാല എന്ന കൃതി ഏത് കൃതിയുമായി അല്ലെങ്കിൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നുവെന്നും അത് എഴുതിയത് ആരാണെന്നും ഒന്ന് അയച്ചു തന്നെ, ഒന്ന് മറുപടി പറഞ്ഞാൽ നോക്കട്ടെ. എന്താണ് നിങ്ങളുടെ മറുപടി എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഏതിനെ കുറിച്ചാണ്? ഹസ്തലക്ഷണ ദീപിയെ കുറിച്ച്. 24 ഹസ്തമുദ്രകളുണ്ട്. ഇനി കഥകളിക്കകത്ത് പ്രധാന വേഷങ്ങൾ ഏതൊക്കെയാ? പച്ചയുണ്ട്, കത്തിയുണ്ട്, കരിയുണ്ട്, താടിയുണ്ട്, മിനുക്കുണ്ട്, അല്ലെ? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഓർത്തു വെച്ചോണം. ഇനി കഥകളിക്കകത്ത് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാ? കഥകളിയുടെ വാദ്യോപകരണങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം. കഥകളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് ശുദ്ധമദ്ദളം. കഥകളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ മദ്ദളത്തിലെ തന്നെ ശുദ്ധമദ്ദളം, അല്ലെ? മദ്ദളമുണ്ട്. പിന്നെ ചെണ്ട ഉപയോഗിക്കുന്നുണ്ട്. ചെണ്ട, മദ്ദളം, ചെണ്ട, ചേങ്ങില, ഇലത്താളം. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ഇനി കഥകളി ഗായകന്മാർ പാടുമ്പോൾ കഥകളിയിലെ ഗായകർ ആ ഗാനങ്ങൾ ആലപിക്കുന്ന സമയത്ത് പ്രധാനമായി ഒരു വാദ്യോപകരണം ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ്? ഇടയ്ക്കയാണ്, അല്ലെ? ഇടയ്ക്ക. ഇപ്പൊ കഥകളിയിലെ ഈ സംഗീതക്കാർ, അല്ലെ? കഥകളിയിലെ സംഗീതക്കാർ എന്ന് പറയുന്ന സമയത്ത് കഥകളി സംഗീതജ്ഞർ അവരുപയോഗിക്കുന്ന സംഗീതമേതാ? അതായത് കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമേതാ? അതാണ് സോപാന സംഗീതം, അല്ലെ? കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? സോപാന സംഗീതം. നിങ്ങൾ കേട്ടിട്ടില്ലേ വന്ദേ മുകുന്ദഹരേ എന്ന കീർത്തനമൊക്കെ? വന്ദേ മുകുന്ദഹരേ. അപ്പോ കഥകളിയിൽ ഉപയോഗിക്കുന്ന സോപാന സംഗീതം, കഥകളിയിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന സംഗീതമാണ് സോപാന സംഗീതം. ഈ സോപാന സംഗീതത്തിന്റെ കുലപതി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെരളത്ത് രാമപ്പൊതുവാൾ. ഓക്കെ അല്ലെ? സോപാന സംഗീത കുലപതി ആരാ? ഞെരളത്ത് രാമപ്പൊതുവാൾ. സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ്. കേരളത്തിന്റെ തനത് സംഗീത ശാഖ. മക്കൾ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. കേരളത്തിന്റെ തനത് സംഗീത ശാഖയായ സോപാന സംഗീതം അവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇടയ്ക്കയാണ്. വാദ്യോപകരണം ഏതാ? ഇടയ്ക്ക. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക. കഥകളി
കഥകളിയുടെ സംഗീതം സോപാന സംഗീതമാണെങ്കിൽ ആ സോപാന സംഗീത കുലപതി ആരാ? ഞെളത്ത് രാമപൊതുവാൾ. എങ്കിൽ കഥകളി സംഗീത കുലപതി ആരാ? കഥകളി സംഗീത കുലപതി മക്കൾ ഓർത്തു വെക്കുക. കഥകളി സംഗീത കുലപതി ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കലാമണ്ഡലം ഹൈദരാലിയാണ്. ആരാ? കലാമണ്ഡല ഹൈദരാലി. ഈ കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് മഞ്ജുതരമാണ്. മഞ്ജുതരം. കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥ ഏതാ? മഞ്ജുതരം. ഈ കലാമണ്ഡല ഹൈദരാലിയുടെ ആത്മകഥയെ കൂടാതെ അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പ്, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ആത്മകഥാംശമുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം. ആ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിന്റെ പേര് എന്താണ്? ഓർത്താൽ വിസ്മയം. എങ്ങനെ? പേരെന്താ? ഓർത്താൽ വിസ്മയം. അപ്പോ ഇവയൊക്കെ തന്നെ നമ്മൾ കഥകളിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പേരുകളാ. ഞാനിവിടെ ഒരു കഥകളി ആചാര്യയുടെ പേരൂടെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഉറപ്പായും നമുക്ക് വരും അല്ലെങ്കിൽ ചോദിക്കുമെന്ന പ്രതീക്ഷയുള്ള ഒരു പേരാണ്. അത് പാറക്കുട്ടിയമ്മയാണ്. ചവറ പാറക്കുട്ടിയമ്മ. മക്കളെ ഓർത്തു വെച്ചിരിക്കുക. അവരുടെ പേരെന്താണ്? ചവറ പാറക്കുട്ടിയമ്മ. ചവറ പാറക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കഥകളിയാണ്. ചവറ പാറക്കുട്ടിയമ്മ. അതുപോലെ തന്നെ കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ അല്ലെ? ഗുരു ചേമഞ്ചേരി. അപ്പൊ ചേമഞ്ചേരിയൊക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു? എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഓർത്തു വെക്കുക, കോട്ടയ്ക്കൽ ശിവരാമന്റെ പേര്. കോട്ടയ്ക്കൽ ശിവരാമൻ സ്ത്രീവേഷങ്ങളുടെ, അതായത് മിനുക്ക് വേഷങ്ങളുടെ ജനപ്രീതി നേടിയ കഥകളി ആചാര്യനാണ് കോട്ടയ്ക്കൽ ശിവരാമൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് PSC ചോദിക്കും. ആത്മകഥ സ്ത്രൈണമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സ്ത്രൈണം. ആരുടേതാണ്? കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം അല്ലെ? ഒന്നുകൂടെ, കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ ഏതാ? സ്ത്രൈണമാണേ. പഠിച്ചു വെച്ചോണേ. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കഥകളിയെ കുറിച്ചാണ്. അവിടെ ഞാൻ നിങ്ങളുടെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? വ്യവഹാരമാല ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, വ്യവഹാരമാല. പലരും ഉത്തരം എഴുതുന്നുണ്ട് അല്ലെ? പലരും ആൻസർ പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെ മെസ്സേജ്, ഈ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ മികച്ചതാണ് കേട്ടോ. വ്യവഹാരമാല എഴുതിയത് മഴമംഗലമാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി അല്ലെ? മിടുക്കർ. മഴമംഗലം നാരായണൻ നമ്പൂതിരി. വ്യവഹാരമാല ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നുണ്ട്? അത് ഏതാണ്? ഏതാ പറഞ്ഞേ? കേരളത്തിന്റെ തനത് നൃത്തരൂപമായിട്ടുള്ള മോഹിനിയാട്ടത്തിന്റെ പ്രാമാണിക ഗ്രന്ഥം അഥവാ അടിസ്ഥാന ഗ്രന്ഥമാണ് ഏതാ? ഈ പറയുന്ന വ്യവഹാരമാല. സെറ്റല്ലേ? എങ്കിൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. അങ്ങനെയാണെങ്കിൽ മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം അത് കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? അത് കർണാട്ടിക് സംഗീതം. സെറ്റല്ലേ? സെറ്റാണ്, സേഫ് ആണ്, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഏറ്റവും മനോഹരമായ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് പഠിച്ചു? കഥകളിയെക്കുറിച്ചും മറ്റ് ചില കഥകളിയെക്കുറിച്ച്, രാമനാട്ടത്തെക്കുറിച്ച്, കൃഷ്ണനാട്ടത്തെക്കുറിച്ച് ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞാൻ കൃഷ്ണനാട്ടത്തെക്കുറിച്ച് ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞുതരാം. കൃഷ്ണനാട്ടം ഏറ്റവും കൂടുതൽ പൊയ്മുഖങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം. അത് മാത്രമല്ല, നമ്മുടെ ഗുരുവായൂർ അമ്പലമില്ലേ, ഗുരുവായൂർ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു നിവേദ്യം, അവിടെ അർപ്പിക്കുന്ന ഒരു ആചാരമായി കൂടെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു നേർച്ചയായി കൂടെ എന്ത് വരുന്നുണ്ട്? ഈ കൃഷ്ണനാട്ടം വരുന്നുണ്ട്. കാരണം കൃഷ്ണനാട്ടം ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഗുരുവായൂർ അമ്പലത്തിലാണ്. അപ്പൊ ഗുരുവായൂർ അമ്പലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏത് കലാരൂപത്തിൽ ശ്രദ്ധേയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനാട്ടമാണ്. ഏറ്റവും കൂടുതൽ പൊയ്മുഖങ്ങൾ ഉപയോഗിക്കുന്നത് ഏതിൽ തന്നെയാണ്? നമ്മൾ ഈ പറഞ്ഞ കൃഷ്ണനാട്ടത്തിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കൃഷ്ണനാട്ടം പറഞ്ഞു, രാമനാട്ടം പറഞ്ഞു, കഥകളി പറഞ്ഞു, ആട്ടക്കഥയെക്കുറിച്ച് പറഞ്ഞു, കൂടാതെ സോപാന സംഗീതത്തെക്കുറിച്ച് പറഞ്ഞു. സോപാന സംഗീത കുലപതി ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരും പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം അല്ലെ? ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേരെന്താണ്? സോപാനം. ഒന്നുകൂടെ, ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേരെന്താ? സോപാനം എന്നാണേ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, മുമ്പോട്ട് പോകുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ചോദ്യം ഇതാണ്: കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ. നല്ല കിടിലൻ ചോദ്യം. കഴിഞ്ഞ LDCയുടെ ചോദ്യം ഓർമ്മയുണ്ടാകും. കീലേരി കുഞ്ഞിക്കണ്ണൻ. ഓപ്ഷനിൽ പൂരക്കളിയുണ്ട്, കഥകളിയുണ്ട്, സർക്കസ് ഉണ്ട്, ചവിട്ട് നാടകമുണ്ട്. കീലേരി കുഞ്ഞിക്കണ്ണൻ കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവാണ് ആര്? ഈ പറയുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ സർക്കസ് കലയുടെ പിതാവെന്നോ, കേരളത്തിലെ സർക്കസ് കലയുടെ കേരളത്തിലേക്ക് സർക്കസ് കല കൊണ്ടുവന്നതോ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. ഓർത്തു വയ്ക്കുക, ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ സ്ഥാപിച്ചത്.
സെറ്റ് അല്ലേ? അടിപൊളി ചോദ്യമല്ലേ മക്കളെ? ഓർത്തു വെക്കുക, കീലേരി കുഞ്ഞിക്കണ്ണൻ, ആളുടെ പേര് കീലേരി കുഞ്ഞിക്കണ്ണൻ. ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ന് രാവിലെ, ഇന്നത്തെ ദിവസം രാവിലെ 5 മണിക്ക് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? സർക്കസിനെ കുറിച്ച് പഠിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ സ്ഥാപിച്ച ആളെ നമ്മൾ കാണുന്നു, കീലേരി കുഞ്ഞിക്കണ്ണൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എടാ തീയായിരിക്കുക, ചുമ്മാ പഠിക്കുക, ചുമ്മാ പഠിച്ചു വെച്ചോ. ഇത് ഞാൻ ഈ പറഞ്ഞില്ല, കഴിഞ്ഞ LDCക്ക് ചോദിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇനി വരുന്ന ഒട്ടുമിക്ക പരീക്ഷകളും ഇതുണ്ടാവും. ഇത് ഒരുപാട് കാലം കൊണ്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പറയുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ ഇന്ത്യയിലെ 2ാമത്തെ സർക്കസ് സ്കൂളാണ്. ഇന്ത്യയിലെ 2ാമത്തെ സർക്കസ് സ്കൂൾ. ക്ലിയർ അല്ലേ? ഇനി ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പരിയാളിക്കണ്ണൻ. പരിയാളിക്കണ്ണൻ, പരിയാളിക്കണ്ണൻ. നിങ്ങൾ നമ്മുടെ എന്താണ് സൂപ്പർ നോട്ട്സിന്റെ ലൈവ് സെക്ഷനൊക്കെ, ഈ മാരത്തോൺ സെക്ഷനൊക്കെ നിങ്ങൾ കാണുന്നവരല്ലേ? അവിടെ ഞാൻ ഈ പരിയാളിക്കണ്ണനെ കുറിച്ച് ഒരിക്കൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഒരു ചോദ്യമുണ്ട് പരിയാളിക്കണ്ണനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ ഓർത്തു വെക്കുക, പരിയാളിക്കണ്ണൻ ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനി സ്ഥാപിച്ചത്. മലബാർ ഗ്രാൻഡ് സർക്കസ്, ഓർമ്മയുണ്ടോ? മലബാർ ഗ്രാൻഡ് സർക്കസ് സ്ഥാപിച്ചത് പരിയാളിക്കണ്ണനാണ്. ഇനി തലശ്ശേരി, കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ഈ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും തന്നെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചതും തലശ്ശേരിയിലാണ്. ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം. ക്ലിയർ അല്ലേ? ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയിലാണ്. ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? കീലേരി കുഞ്ഞിക്കണ്ണനെ കുറിച്ച് പറഞ്ഞു. കീലേരി കുഞ്ഞിക്കണ്ണൻ, കീലേരി കുഞ്ഞിക്കണ്ണൻ. അപ്പോ കുഞ്ഞിക്കണ്ണൻ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ ഞാൻ അവിടെ മറ്റൊരാളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാണ്. കീലേരിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ ഒരാളെ കുറിച്ച് കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹവും ഒരു എന്താ പറയുക, ഒരു കലാമേഖലയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്, ഒരു കലാരൂപവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. PSC പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇത്രേ പറയുന്നുള്ളൂ. അതൊരു ഒരു കുഞ്ഞ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെടുന്നു എന്ന് പറയുക. ഓക്കെ, അദ്ദേഹം എന്താണ് ഈ അടുത്ത കാലത്ത് കേരള PSC ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സുരേഷ് മുതുകുളം, ഓർമ്മയുണ്ടാകും ആ പേര്? സുരേഷ് മുതുകുളം ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു? സുരേഷ് മുതുകുളം, സുരേഷ് മുതുകുളം. ഓക്കെ, ഏത് കലാരൂപവുമായാണ് സുരേഷ് മുതുകുളം ബന്ധപ്പെടുന്നത് എന്നാണ് ചോദ്യം. സുരേഷ് മുതുകുളം എന്താണ്? ചുമർ ചിത്രകല, ചുമർ ചിത്രകല അല്ലെ? വർക്കല പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ചുമർ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? അത് സുരേഷ് മുതുകുളമാണ്. അതുപോലെ തന്നെ മമ്മിയൂർ കൃഷ്ണൻ നായരും ഈ പറയുന്ന ചുമർ ചിത്രകലയിലാണ്. മമ്മിയൂരും ഏതാണ്? മമ്മിയൂർ കൃഷ്ണൻ നായരും ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു? ചുമർ ചിത്രകലയുമായി ബന്ധപ്പെടുന്നു. അപ്പോ സുരേഷ് മുതുകുളവും ചുമർ ചിത്രമാണ്. അതുപോലെ തന്നെ മമ്മിയൂർ കൃഷ്ണൻ നായരും ചുമർ ചിത്രമാണ്. ഓക്കെ അല്ലെ? വിട്ടുപോലല്ലോ. എങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെടുന്നു? ചെണ്ട അല്ലെ? ചെണ്ട. നമുക്കറിയാം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിലവിൽ ഏത് സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി, കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷനാണ് ആര്? ഈ പറയുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ക്ലിയർ അല്ലേ? അപ്പൊ അത് നമുക്ക് ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് കീലേരിനെ കുറിച്ചാണ്. കീലേരി എന്നാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഓക്കെ, വീണ്ടും ഒരു ചോദ്യം കൂടെ പറയാണ്. ഒരു ചോദ്യം കൂടെ നോക്കുക. ഇവിടെ സാഹിത്യ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് ആരാ? ചോദ്യം ശ്രദ്ധിക്കുക. വാഗ്ദേവതയുടെ വീരഭടൻ, വാഗ്ദേവതയുടെ വീരഭടൻ, വാഗ്ദേവത അല്ലെ? ചോദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആ. വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് ആരാ? കുഞ്ഞിന് മാഷാണോ? അല്ല. CV രാമൻപിള്ളയാണോ? അതെ, CV രാമൻപിള്ളയാണ്. N കൃഷ്ണപിള്ളയോ NN പിള്ളയോ ഒന്നുമല്ല. ഉത്തരമാരാണ്? CV രാമൻപിള്ള. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ അല്ലെങ്കിൽ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ എഴുതിയ CV രാമൻപിള്ള എന്ത് വിളിക്കുന്നുണ്ട്? വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് വിളിക്കുന്നു. വാഗ്ദേവതയുടെ വീരഭടൻ അല്ലെ? ഇവിടെ ഓർത്തു വെക്കുക. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം മാർത്താണ്ഡവർമ്മ എന്ന ആദ്യത്തെ ചരിത്ര നോവൽ എഴുതി. ഇതാണ് മലയാളത്തിലെ 2ാമത്തെ ചലച്ചിത്രം. മലയാളത്തിലെ 2ാമത്തെ ചലച്ചിത്രം ഏത് തന്നെയാണ്? ഇനി പറഞ്ഞ മാർത്താണ്ഡവർമ്മയാണേ. മലയാളത്തിലെ 2ാമത്തെ ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ അല്ലെ? ഈ ചലച്ചിത്രം പുറത്തിറങ്ങുന്നത് 1933 അല്ലെ? ഏത് വർഷം പുറത്തിറങ്ങി? 1933.
ഇത് മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം കൂടെയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം. കാരണം ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാ? അത് വിഗതകുമാരൻ. അതാണ് മലയാളത്തിലെ ആദ്യ ചിത്രം. ഓക്കെ, വിഗതകുമാരൻ സംവിധാനം ചെയ്തിരിക്കുന്ന ആരാ? JC ഡാനിയല. അപ്പോൾ JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ ചിത്രം. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്തിരിക്കുന്നത് PV റാവു ആണ്. PV റാവു അല്ലെങ്കിൽ റാവു ബ്രദേഴ്സ് എന്നൊക്കെ നമ്മൾ അവരെ പറയാറുണ്ട് അല്ലെ. റാവു, PV റാവുവും VV റാവു ഉണ്ട്. അതിൽ PV റാവു ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതും നിശബ്ദ ചിത്രമാണ്. ഇത് കഴിഞ്ഞ് 38-ൽ ബാലൻ വരുമ്പോഴാണ് ആദ്യത്തെ ശബ്ദചിത്രം തന്നെ വരുന്നത് അല്ലെ. മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം, സോറി, മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം അല്ലെ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രം ഏതാ? അത് വിഗതകുമാരനാണ്. അപ്പോ ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ എഴുതിയ CV രാമൻപിള്ളയെ എന്ത് വിളിക്കുന്നുണ്ട്? വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് വിളിക്കുന്നു. വാഗ്ദേവതയുടെ വീരഭടൻ. ഒന്നുകൂടെ, വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് പറയുന്നു അല്ലെ. ഞാൻ അവിടെ ഒരു ചോദ്യം കൂടെ ജസ്റ്റ് അതൊന്ന് കണ്ടതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാഗ്ദേവത എന്ന പദം, അതായത് ഈ വാഗ്ദേവത എന്ന പദം എന്ത് ചെയ്യാറുണ്ട്? PSC സാധാരണ ചോദിക്കാറുണ്ട്. എന്തിന് ചോദിക്കാറുണ്ട്? പിരിച്ചെഴുതാനായി ചോദിക്കാറുണ്ട്. മക്കളൊരു കുഞ്ഞു ട്രിക്ക് ഞാൻ പൊതുവെ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു ട്രിക്കാണ്. ഈ ട്രിക്ക് ഒന്ന് നോക്കി വെക്കുക. അതായത് വാക്ക് ഇതല്ലേ, വാഗ്ദേവത, ഇതല്ലേ വാക്ക്? വാഗ്ദേവത, ഇതാണ് വാക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു വാക്ക് പിരിച്ചെഴുതേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദത്തിനകത്ത് ഗ എന്ന ശബ്ദമാവോ അല്ലെങ്കിൽ ദ എന്ന ശബ്ദമോ ഉണ്ടോ എന്ന് നോക്കുക. ഗ എന്ന ശബ്ദമോ ദ എന്ന ശബ്ദമോ ഉണ്ടോ എന്ന് നോക്കുക. ഗായാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗ ക്യാൻസൽ ചെയ്യുക. ശേഷം ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഗാക്ക് പകരം ഗ തുടങ്ങുന്നത് എവിടെ നിന്നാ? ക, ഖ, ഗ, ഖ, ങ എന്നല്ലേ. ക, ഖ, ഗ, ഖ, ങ. അപ്പൊ ആദ്യത്തെ അക്ഷരം ആരാ? കായാണ്. ക, ക അല്ലെ. ക കൊടുക്കുക, ഒരു ചന്ദ്രക്കല ഇടുക, ക എഴുതുക, ഒരു ചന്ദ്രക്കല കൊടുക്കുക. അതായത് നമ്മൾ ചന്ദ്രക്കല അഥവാ മീത്തൽ അല്ലെങ്കിൽ സമൃദ്ധോകാരം എന്ന് പറയുന്ന ശബ്ദം അത് കൊടുക്കുക. തുടർന്ന് ഒരു പ്ലസ് കൊടുക്കുക. തീർന്നു. ഓക്കെ, ഇനി ദായാണ് വാക്കെങ്കിൽ അല്ലെങ്കിൽ ദായാണ് തന്നിരിക്കുന്ന അക്ഷരം എന്ന് കരുതുക. ദായാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ദാ ക്യാൻസൽ ചെയ്യുക, അതായത് ദാ വെട്ടുക. പകരം ആ ദാ ആരംഭിക്കുന്ന എവിടെന്ന? ത, ഥ, ദ, ഥ, ന എന്നല്ലേ. ത, ഥ, ദ, ഥ, ന. അപ്പോ ത അല്ലേ ആദ്യത്തെ അക്ഷരം? ത എഴുതുക, ചന്ദ്രക്കല കൊടുക്കുക, പ്ലസ് ഇടുക, കഴിഞ്ഞു. ഓക്കെ, നോക്കിയേ, വാഗ്ദേവത നമ്മൾ ആ ഗ എന്ന ശബ്ദത്തെ ക്യാൻസൽ ചെയ്യുന്നു. അവിടെ എന്ത് കൊടുക്കുന്നു? ക എഴുതുന്നു, ചന്ദ്രക്കല കൊടുക്കുന്നു, പ്ലസ് കൊടുക്കുന്നു, ജോലി തീർന്നു. സുന്ദരം. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. സിമ്പിൾ അല്ലേ പരിപാടി? വാഗ്ദേവത. നിങ്ങൾ ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ളവരുണ്ടല്ലേ. വാഗ്ദേവത, വാഗ് വന്നു കഴിഞ്ഞാൽ ക്ക് വെക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ഇത് നൈസ് അല്ലേ മക്കളെ? എവിടെ കണ്ടാലും നിങ്ങൾക്ക് അത് എഴുതാം. മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. രോഗം അല്ലെ. ഇത് രോഗം പൊതുവെ ഇങ്ങനെ എഴുതാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെയും എഴുതാറുണ്ട്. രോഗം ഇതായിരിക്കും കുറച്ചുകൂടെ ശരിയായ പദം ഇതാണ്. രോഗം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഗ ക്യാൻസൽ ചെയ്ത് എന്ത് എഴുതണം? ക ചന്ദ്രക്കല കൊടുക്കുക. നോക്കിയേ, ത്വക്ക്. ഇനി ഇത് രായല്ലേ, രാ, ഓ അടയാളം, രോഗം, ത്വക്ക്, രോഗം, ത്വഗ്രോഗം. ഓക്കെ, ഇനി മറ്റൊരു വാക്ക് കാണിച്ചു തരാം. വാഗ്ദേവി. ഈ വാഗ്ദേവി എന്ന് പറയുന്ന ശബ്ദത്തിലും സെയിം തന്നെയാണ്. ഗ അല്ലേ, ഗ. അപ്പൊ ഗ ക്യാൻസൽ ചെയ്തു. അവിടെ ക ചന്ദ്രക്കല പ്ലസ് വാക്ക് ദേവി എന്ന് കിട്ടി. ഇനി വേറൊരു വാക്ക് കാണിച്ചു തരാം. വാഗ്വാദം അല്ലെ. വാഗ്വാദം സാധാരണ PSC ചോദിക്കുന്ന ഒരു പദമാണ് വാഗ്വാദം. അവിടെ ഗ എന്ന ശബ്ദത്തെ ക്യാൻസൽ ചെയ്തു, ക ചന്ദ്രക്കല കൊടുത്തു, പ്ലസ് ഇട്ടു. ഇനി ഇവിടെ ചിഹ്നം ഏതാ കിടക്കുന്നത്? വായാണ് അല്ലെ. വായുടെ ചിഹ്നം അല്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പകരം വാ എന്ന അക്ഷരം എഴുതി ശബ്ദവും കൊടുത്തു. വാക്ക് പ്ലസ് വാദം. കണ്ടോ? വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. മക്കളെ, ഗ എന്ന ശബ്ദമാണ് സന്ധി ചെയ്യുന്നതെങ്കിൽ ഇതൊരു സേഫ് പരിപാടിയാ. എന്ത് ചെയ്താൽ മതി? ആ ഗ ക്യാൻസൽ ചെയ്യുക, പകരം ഗായുടെ സ്ഥാനത്തുള്ള എന്തെടുക്കുക? ക കൊടുക്കുക, ക ചന്ദ്രക്കല ചേർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഗ ചന്ദ്രക്കല ചേർത്ത് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ദാ കൂടെ വന്നിട്ടുണ്ട്. ദ എന്ന അക്ഷരം കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് നോക്കിയേ, ചിദാനന്ദം എന്നൊരു വാക്ക്. ചിദാനന്ദം അല്ലെ. ചിദാനന്ദം. മക്കളെ, നമ്മൾ ചെയ്ത ഇത്രയല്ലേ ഉള്ളൂ. ദാ വന്നാലും ഗ വന്നാലും അത് കട്ട് ചെയ്ത് അതിലെ ആദ്യത്തെ അക്ഷരത്തെ കൊടുക്കുക. ആ സീരീസിലെ ആദ്യത്തെ അക്ഷരം. അപ്പൊ ദ ക്യാൻസൽ ചെയ്തു, പകരം താ എഴുതി,
ചന്ദ്രക്കല ഇട്ടു, പ്ലസ് കൊടുത്തു. ഇനി ഇവിടെ ആ അടയാളമില്ലേ, ആ എന്ത് അടയാളമുണ്ടോ അതിന്റെ കൂടെ അത് പ്ലസിന് ശേഷം വെച്ചാൽ മതി. ആ അടയാളമാണ്, അടയാളത്തെ ശബ്ദമാക്കി തന്നെ എഴുതി ചിത്ത് ആനന്ദം അല്ലെ, ചിത്ത് ആനന്ദം. ഇതേപോലൊരു വാക്ക് ഈ അടുത്ത് PSC LDC തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? വാക്ക് ഇതാണ്, ചിന്മുദ്ര അല്ലെ, ചിന്മുദ്ര, ചിന്മുദ്ര. ഓക്കെ അല്ലെ, ചിന്മുദ്ര. ഇവിടെ 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 നമ്മൾ ചെയ്യുന്നതും അതേ കാര്യം തന്നെയാണ്. ഇവിടെ നായാണ് വന്നത്, ന ന. ഈ ന എന്ന് പറയുന്നത് ത ഥ ദ ഥ ന, ത ഥ ദ ഥ ന അല്ലെ, നായിലുള്ള ആളല്ലേ, നായിലുള്ള ആളെ, അതായത് തായുടെ കൂടെ വരുന്ന ആളല്ലേ. ഇവിടെയും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ നായ നൈസായിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്തു. നാ ക്യാൻസൽ ചെയ്തിട്ട് അവിടെ ആരെ കൊടുത്തു, താ എഴുതി, ചന്ദ്രക്കല ഇട്ടു. തായും ചന്ദ്രക്കലയും വെച്ചാൽ പ്ലസ് മസ്റ്റ്, ചിത്ത് മുദ്ര. ഓക്കെ, ചുമ്മാ ഇതുപോലുള്ള വാക്കുകളൊക്കെ നോക്കി വെക്കുക, ഇങ്ങനെയുള്ള കുറെ എക്സാമ്പിളുകൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇവയൊക്കെ തന്നെ ചുമ്മാ പഠിച്ചു വെക്കുക, ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ ഞാനൊന്ന് തിരിച്ചു വരുവാണ്. നമ്മൾ പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? CV യെ കുറിച്ചാണ് അല്ലെ. CV അറിയപ്പെടുന്ന എന്തെന്ന് അറിയപ്പെടുന്നത്? വാഗ്ദേവതയുടെ വീരഭടൻ. ഓർത്തു വെക്കുക, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ എഴുതി. മാർത്താണ്ഡവർമ്മയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരൊക്കെയാ? അനന്തപത്മനാഭൻ, സുഭദ്ര, പാറുക്കുട്ടി, ഭ്രാന്തൻ ചാന്നാൻ. അനന്തപത്മനാഭൻ, സുഭദ്ര, പാറുക്കുട്ടി, ഭ്രാന്തൻ ചാന്നാൻ. ഒന്നുകൂടെ പേരുകളിലേക്ക് ഒന്നുകൂടെ വരാം. അനന്തപത്മനാഭൻ, സുഭദ്ര, പാറുക്കുട്ടി, ഭ്രാന്തൻ ചാന്നാൻ. അപ്പൊ ഇവരൊക്കെ വരുന്നത് ഏത് കൃതിയിലാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയിലാണ്. അനന്തപത്മനാഭൻ, സുഭദ്ര, പാറുക്കുട്ടി, ഭ്രാന്തൻ ചാന്നാൻ. ഓർത്തു വെക്കുക, CV-യുടെ മാനസപുത്രി എന്നറിയപ്പെടുന്നത് സുഭദ്രയാണ്. CV-യുടെ മാനസപുത്രി ആരാ? സുഭദ്ര. നായകനാരാ? അനന്തപത്മനാഭൻ. മാർത്താണ്ഡവർമ്മയുണ്ട്, മാർത്താണ്ഡവർമ്മ യുവരാജാവ് എന്ന കഥാപാത്രമാണ്. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, CV-യുടെ മാനസപുത്രിയാണ് സുഭദ്ര. ഇതിലെ നായക കഥാപാത്രമായി വരുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായി വരുന്ന ഒരാൾ അനന്തപത്മനാഭനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് 5AM ക്ലബിൽ നമ്മൾ പഠിച്ചു. ഉറപ്പിച്ചു വെക്കാൻ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം വരുന്ന പരീക്ഷകൾ ഉറപ്പായി നമുക്കുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്നെന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിയുന്നിടത്തോളം കാര്യങ്ങൾ പഠിക്കുക, കഴിയുന്നിടത്തോളം വായിച്ചു വെക്കുക. അതാ ഞങ്ങളുടെ ഫുൾ ടീം, സൂപ്പർ നോട്ട്സിന്റെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്, കട്ടയ്ക്ക് ഞങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ കട്ടയ്ക്ക് പഠിച്ചോ, കട്ടയ്ക്ക് ഞങ്ങൾ കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ല ദിവസം, ഒരു കിടുക്കാച്ച ദിവസം തന്നെ ആശംസിക്കുകയാണ്. ഒരു നല്ല ദിവസം നേരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശുഭദിനം. ഓക്കെ, നടക്കട്ടെ. നന്നായി പഠിക്കുക, പഠിത്തം തുടരുക. ഓക്കെ, താങ്ക് യു.